അങ്ങനെ കോൺഗ്രസിലുണ്ടായ ധാരണയുടെ പുറത്ത് അരൂർ MLA ഷാനിമോൾ ഉസ്മാൻ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പട്ടാമ്പി MLA CPIയുടെ മുഹമ്മദ് മുഹസിനെയാണ് പരാജയപ്പെടുത്തിയത്. ശരിക്കും ഷാനിമോൾ ഉസ്മാൻ VD സതീശൻ മന്ത്രിസഭയിൽ ഒരു പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട വ്യക്തിയാണ്. ഇപ്പോഴുള്ള വനിതാ മന്ത്രിമാരെക്കാളും മറ്റ് ചില കോൺഗ്രസ് മന്ത്രിമാരെക്കാളും വളരെ സീനിയറാണ് ഷാനിമോൾ ഉസ്മാൻ. 2009-2014 കാലഘട്ടത്തിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിലെ സെക്രട്ടറി പദവിയിലെത്തിയ കേരളത്തിലെ ആദ്യത്തെ വനിതാ നേതാവാണ് ഷാനിമോൾ ഉസ്മാൻ. UDFൽ കർശനമായി നിലനിൽക്കുന്ന സാമുദായിക പ്രാതിനിധ്യം നിലനിർത്തുന്നതിനായിട്ടാണ് ഷാനിമോൾ ഉസ്മാനെ വെട്ടി താരതമ്യേന ജൂനിയറായ മറ്റു പലരെയും മന്ത്രിമാരാക്കിയത് എന്നാണ് ഹൈക്കമാൻഡിന്റെ ഭാഷ്യം. വാസ്തവത്തിൽ കാരണം മറ്റൊന്നായിരുന്നില്ല. കടുത്ത KC വേണുഗോപാൽ വിരുദ്ധ പക്ഷത്തായിരുന്ന ഷാനിമോൾ ഉസ്മാനെ ഉൾപ്പെടുത്താൻ ഹൈക്കമാൻഡ് തയ്യാറായിരുന്നില്ല. 12 വർഷം മുമ്പ് ആലപ്പുഴ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുണ്ടായ KC വേണുഗോപാലുമായുള്ള അഭിപ്രായ വ്യത്യാസവും അതിനെക്കുറിച്ചുള്ള കത്തും അത് പുറത്തായതും മുൻ KPCC പ്രസിഡന്റ് VM സുധീരനുമായുള്ള അഭിപ്രായ വ്യത്യാസവും മറ്റും പല കാര്യങ്ങളും ഷാനിമോൾ ഉസ്മാന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റക്കുറച്ചുകളുണ്ടാക്കി.